കോരശ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് വേറൊരു മനുഷ്യൻ പ്രവചിച്ചിരുന്നു. അതാണ് യെശയ്യാവ്. കോരശ് ജനിക്കുന്നതിന് മുമ്പേ പ്രവചനം വന്നിരിക്കുകയാണ്. യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്ന് ഇരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തം, ആമേൻ, എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമല്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ ആമേൻ അരം മുറുക്കിയിരിക്കുന്നു. യെശയ്യാവ് പ്രവചനം പ്രവചിക്കുമ്പോൾ കോരശ് ജനിച്ചിട്ടില്ല. കോരശ് ജനിക്കുന്നതിന് മുമ്പേ പ്രവചനം വന്നിരിക്കുകയാണ്. ജനിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്ലാനുകൾ തയ്യാറാക്കുന്നവരല്ല നിങ്ങൾ, മറിച്ച് ഒരു പ്ലാൻ തയ്യാറായിട്ടുണ്ട്. അത് നിവർത്തിക്കാൻ വേണ്ടി തന്നെ ജനിച്ചവരാണ് നിങ്ങൾ.